48 മണിക്കൂറിനുള്ളിൽ രാജ്യ തലസ്ഥാനത്ത് നടന്നത് വമ്പൻ അട്ടിമറിയാണ്, ഒരു രാഷ്ട്രീയ അട്ടിമറി. എന്നാൽ ആ അട്ടിമറി പുറം ലോകം അറിയുന്നത് ഇതേ 48 മണിക്കൂറും കഴിഞ്ഞതിനു ശേഷമാണ്. തരൂരിനെ മുൻനിർത്തി കേന്ദ്രം നടത്തിയ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ പകപോക്കലിന് കോൺഗ്രസ് ഇട്ടിരിക്കുന്ന പേര് നാരദ രാഷ്ട്രീയം എന്നുകൂടിയാണ്. അതെ, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ഇന്നലെ മുഴങ്ങിക്കേട്ട വലിയൊരു പ്രസ്താവനയാണിത്. ഈ പ്രസ്താവന ഉയർത്തിയത് തികഞ്ഞ രാജ്യസ്നേഹി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് എപ്പോഴും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ശശി തരൂരിൻ്റെതാണ്. കേന്ദ്രം യൂറോപ്പിലേക്ക് അയക്കാനിരിക്കുന്ന പ്രതിനിധി സംഘത്തിൽ താനുമുണ്ട് എന്ന് ജയ്ഹിന്ദ് വിളിച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള താൻ പോരുമയുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുന്നോട്ടു വരുന്ന മുടിയെ ഒറ്റത്തട്ടിന് പിറകിലേക്കാക്കിക്കൊണ്ട് തരൂർ പറഞ്ഞുറപ്പിക്കുന്നത്. കേന്ദ്രം എന്നെ വിളിച്ചു, ഞാൻ പോകും, ബാക്കിയൊക്കെ കോൺഗ്രസ് പാർട്ടിയും കേന്ദ്രവും തീരുമാനിക്കട്ടെ. ഇതാണ് ശശി തരൂർ ഇന്നലെ പറഞ്ഞു വെച്ചത്. അതായത് കോൺഗ്രസ് അതേത് പാർട്ടി, അവരും താനും തമ്മിൽ എന്താണ് ബന്ധം? ഈ നിലക്കാണ് സ്വന്തം പാർട്ടിയെ ഒറ്റയടിക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാനൊരു മഹാനാണ് എന്ന് തരൂർ കാണിക്കാൻ ശ്രമിക്കുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ദേശ സേവനം നമ്മൾ ഒരു പൗരന്മാരുടെ ഒരു കടമയാണെന്നാണ് എൻ്റെ വിശ്വാസം. അഥവാ രാജ്യത്തിൻ്റെ ആവശ്യത്തിൽ സർക്കാർ എൻ്റെ സേവനം ആവശ്യപ്പെടുന്നു, അത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ സമയത്ത് രാജ്യമാണ്, സർക്കാരാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള കാര്യം ഇപ്പോൾ വേണ്ടിയിട്ടും എന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്, അതിൽ പ്രശ്നമില്ല. ഈ രാഷ്ട്രീയം നോക്കാതെ ഡെലിഗേഷൻ തെരഞ്ഞെടുത്ത ബി.ജെ.പി അഭിനന്ദിക്കണ്ടേ? ശരിക്കും ബി.ജെ.പിയും കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കണ്ടേ? നോക്കൂ, ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല. എൻ്റെ അറിവിൽ ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2008 നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ MP-മാർ ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്. നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ നമ്മളുടെ ഐക്യം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം വിളിച്ചത് 2 ദിവസം മുമ്പായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ മാത്രമല്ല വിളിക്കുന്നത്, പല പാർട്ടികളുടെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ പാർട്ടി നേതൃത്വത്തിനെ അറിയിക്കുമല്ലോ, എല്ലാ നേതാക്കളെയും വിളിക്കേണ്ടതെന്നും പറഞ്ഞു. അത്ര എനിക്ക് അറിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരിടയിലുള്ള സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാണ്? അത് അവരോട് ചോദിക്കുന്നു. എനിക്കതിനെ വേറെ കുറച്ച് വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിവാദത്തിന് ഭാഗത്ത് കോൺഗ്രസ് കഴിഞ്ഞ തവണയാണ് ചോദിച്ചതല്ലേ, ആരാ വിവാദം ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ വിവാദം ഇത്തരം രാജ്യ താല്പര്യത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ വിവാദത്തിലേക്ക് കൊണ്ടിടാൻ എന്തിനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായത്? ജയറാം രമേശിനെ ട്വീറ്റ് ചെയ്തു, അങ്ങനെയാണ് ഇതെല്ലാവരും അറിയുന്നത്. എന്റെ സുഹൃത്തെ, നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചത് വല്ല കാര്യമുണ്ടോ? അല്ല, ഇത് അഥവാ ഒരു ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഞാനൊരു കോൾ സ്വീകരിക്കുന്നു, ഞാൻ അതിന് യെസ് പറയുന്നു, ഞാൻ എന്റെ പാട് നോക്കുന്നു. ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കെന്നെ ഒരു അതിശയം തോന്നുന്നു. സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു. ഞാനൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനും കൂടിയാണ്. അതിൽ എന്നെ അപ്പോയിന്റ് ചെയ്തത് പാർലമെന്റിന്റെ സ്പീക്കറും കൂടിയാണ്. ആ സ്ഥാനവും അവർ എന്നോട് പറഞ്ഞു, ആ സ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കടമയെ എടുക്കുന്ന പ്രശ്നമില്ല, ഞാൻ വരാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. ഇനിയും കാലത്ത് എനിക്ക് എൻ്റെ ഭാഗത്ത് വേറെ ഒന്നും പറയാനില്ല. ഇനി വേറെ വല്ലവർക്കും പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കുന്നു. ഇതിൽ രാഷ്ട്രീയത്തിൽ എന്താണ് ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത്. ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ല വേറെ ഏത് പാർട്ടിയുടെ ഒപ്പവും വേറെ ഏത് വ്യക്തിയുടെ ഒപ്പവും.
എന്നെ വിളിച്ചത് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജുവാണ്. വേറെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് സർക്കാർ എവിടുന്നു. ഇതൊരു പാർലമെന്ററി വിഷയമായിട്ട് MP-മാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരു ആവശ്യമില്ല. ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടില്ല.